അഭിവന്ദനായ നാഗാലാൻഡ് ഗവർണർ, ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളെ, ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ പൈതൃകത്തെയും നിലനിർത്തിക്കൊണ്ട് വലിയ ഈ ഘോഷയാത്ര കടന്നു വരികയാണ്. അതിനെ കേരള അതിർത്തിയിൽ വെച്ച് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. കുമാരകോവിലിൽ നിന്നും, പത്മനാഭപുരം കൊട്ടാരത്തിലെ മാളികപ്പുരയിൽ നിന്നും, ശുചീന്ദ്രത്തിൽ നിന്നും എല്ലാം എത്തുന്ന വിഗ്രഹവും ഉടവാളും വെള്ളിക്കുതിരയും എല്ലാം സ്വീകരിക്കാനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. ഇത് തീക്ഷ്ണമായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നവരാത്രി പൂജ ആരംഭിക്കുകയാണ്. അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിയെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത്. സരസ്വതി ദേവിയെ കുറിച്ചുള്ള ചിന്തകളും പ്രാർത്ഥനകളും, നല്ല വാക്ക് പറയാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. ഞാൻ എന്റെ ബാല്യകാലത്ത് എന്റെ വീട്ടിൽ താമരപ്പൂവിൽ നിൽക്കുന്ന വീണാപാണിനിയായ സരസ്വതി ദേവിയുടെ ഒരു ചിത്രമുണ്ടായിരുന്നു. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്ത്രീ വലിയ ഭാരമുള്ള വീണയുമായി താമരപ്പൂവിൽ നിൽക്കുന്നത്? അന്ന് എന്നോട്, എനിക്കത് അത്ഭുതമായിരുന്നു. അന്ന് എന്നോട് എന്റെ അമ്മ പറഞ്ഞു, അറിവിന്റെ ദേവതയാണ് സരസ്വതി ദേവി. അറിവ് കൂടുമ്പോൾ കനം കുറയും, കനമില്ലാതാവും. അപ്പൊ താമരപ്പൂവിൽ നിൽക്കാൻ പറ്റും. അത് എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാം കോൺക്രീറ്റ് കൊണ്ടൊരു താമരപ്പൂ ഉണ്ടാക്കി വെച്ചാൽ ആ താമരപ്പൂ ഇടിഞ്ഞു വീഴും. അറിവില്ലായ്മയുണ്ട് നമുക്കെല്ലാം. ആ അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസവും അത് തന്നെയാണ്. നിരന്തരമായ അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് വിദ്യാഭ്യാസം. ജീവിതാന്ത്യം വരെ കാത്തു നിൽക്കുന്നത്. വിദ്യ നേടാൻ, അറിവ് നേടാൻ, പൊരുൾ നേടാൻ ഉള്ള നമ്മുടെ എല്ലാവരുടെയും തീർത്ഥയാത്ര കൂടിയാണ് ഈ സരസ്വതി പ്രണാമം, സരസ്വതി പ്രാർത്ഥനകളെല്ലാം. എല്ലാവരുടെയും മനസ്സിൽ അന്ധകാരം നീക്കി വെളിച്ചം കടന്നു വരികയാണ്. അറിവില്ലായ്മ മാറ്റി അറിവ് കടന്നു വരുന്നത്, ഇരുട്ടു മാറ്റി വെളിച്ചം കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ആഘോഷങ്ങൾക്കെല്ലാം ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. നമ്മുടെ പാരമ്പര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൈതൃകമാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ആചാര പരിപാടികളെല്ലാം വളരെ ഭംഗിയായി ഒരു വീഴ്ചയും കൂടാതെ നടത്തിക്കൊണ്ടുപോകാൻ മുൻകൈയെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.